പ്രിയമുള്ളവരെ, ഈ ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിൽ ഒരിടത്തും ഒരു ക്രിസ്ത്യാനിയുമില്ലായിരുന്നു. എന്നാൽ 1-ാം നൂറ്റാണ്ടിൽ കാലഘട്ടത്തെ AD എന്നും BC എന്നും രണ്ടായി വിഭാഗിച്ച് മനുഷ്യവർഗത്തിൻ്റെ ഏക രക്ഷകൻ യേശു ഈ ഭൂമിയിൽ ജനിച്ചു, വളർന്നു, ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു, സ്വയം മരണത്തിന് ഏൽപ്പിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു. 3-ാം നാൾ യേശു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. ചില ദിവസങ്ങൾ ശിഷ്യന്മാരോടൊപ്പം പാർത്തു. സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക്, എന്ന് പറഞ്ഞാൽ യേശുവിന് നൽകപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും ഈ സുവിശേഷം പ്രസംഗിക്കണം. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലാകപ്പെടും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. യേശുവിൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചടക്കും, മരണകരമായ യാതൊന്ന് കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്ന് പറഞ്ഞു. ഇങ്ങനെ കർത്താവായ യേശു അവരോട് അരുളിച്ചതിന് ശേഷം സ്വർഗത്തിലേക്ക് എടുക്കും. ദൈവത്തിന്റെ വലതുഭാഗത്തിരുന്നു. അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചു. അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചു. കർത്താവ് വചനത്തെ ഉറപ്പിച്ചു. 1-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയുടെ സ്ഥിതി, നമ്മുടെ കേരളത്തിന്റെ സ്ഥിതി, ലോകത്തിന്റെ സ്ഥിതി എന്തായിരുന്നു എന്നറിയാമോ? അന്ധവിശ്വാസങ്ങളാലും അനാചാരങ്ങളാലും അടിമത്ത സമ്പ്രദായങ്ങളാലും ജനങ്ങൾ അരാജകത്തിൽ ജീവിക്കുകയായിരുന്നു. ഇന്ത്യ 100 ചെറുതും വലുതുമായ രാജ്യങ്ങളുടെ ഒരു ദേശമായിരുന്നു. കഴിവുള്ള രാജാക്കന്മാർ കഴിവില്ലാത്തവരെ ആക്രമിക്കുകയും കൊള്ളയടിക്കുകയും അടിമകളാക്കുകയും ചെയ്ത് ജീവിച്ചു പോന്നു. ആ കാലഘട്ടത്തിൽ ഇന്നത്തെ കേരള ദേശം ചേര, ചോള, പാണ്ഡ്യ രാജാക്കന്മാർ ഭരിച്ചിരുന്നു. അന്നൊരു കേരളമില്ലായിരുന്നു. 1-ാം നൂറ്റാണ്ടിൽ യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം യേശു തിരഞ്ഞെടുത്ത് സുവിശേഷ ഘോഷണത്തിനായി നിയമിച്ച തൻ്റെ ശിഷ്യന്മാർ ലോകത്തിൽ എല്ലായിടത്തും പോയി സുവിശേഷം അറിയിച്ചു. സുവിശേഷം കേട്ട് ആകർഷിക്കപ്പെട്ട ജനകോടികൾ യേശുവിൽ വിശ്വസിച്ച് ക്രിസ്തു ശിഷ്യന്മാരായി. അങ്ങനെ ലോകത്തിൽ എല്ലായിടത്തും ക്രിസ്ത്യാനികളുണ്ടായി. ഇതൊരു മതപരിവർത്തനമല്ല, ദൈവത്തിന്റെ വചനം കേട്ട് വിശ്വസിച്ച മനപരിവർത്തനമാണ്. ഈ പ്രക്രിയ യേശുവിന്റെ 2-ാം വരവ് വരെ നടന്നുകൊണ്ടിരിക്കും. ഇത് മനുഷ്യവർഗത്തിന് വേണ്ടിയുള്ള ദൈവിക പദ്ധതിയാണ്. അതിനെ നിയന്ത്രിക്കാൻ ഒരു സംഘടനകൾക്കോ ഭരണകൂടങ്ങൾക്കോ നിയമത്തിനോ സാധ്യമല്ല. കാരണം ഈ സുവിശേഷം ഇതിനെല്ലാം അതീതമാണ്. സുവിശേഷത്തിന്റെ ശക്തിയും ഇതിനെല്ലാം അതീതമാണ്. ബൈബിൾ പറയുന്നു, സുവിശേഷത്തോടും ക്രിസ്ത്യാനികളോടും എതിർക്കുന്നത് മുള്ളിന്റെ നേരെ ഉതയ്ക്കുന്ന പോലെയാണ്. വെറുതെ മിനക്കെട്ട് പ്രയാസപ്പെടുന്നു. ഇന്ന് ക്രിസ്ത്യാനികളെ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന വ്യക്തിയായിരിക്കാം അടുത്ത ദിവസം ബൈബിൾ എടുത്ത് തെരുവോരങ്ങളിൽ യേശുവിനെ ഉയർത്തി പ്രസംഗിക്കുന്നു. അതുകൊണ്ട് ക്രിസ്തുവിനെയും ക്രിസ്ത്യാനികളെയും ശക്തമായി എതിർക്കുക, ഉപദ്രവിക്കുക, പീഡിപ്പിക്കുക. നാളെ ക്രിസ്തുവിനെ പുകഴ്ത്തി പറയുന്ന ഊഴം നിങ്ങളുടേതായിരിക്കും. യേശുവിന് പകരം വെക്കാൻ ഒരു രക്ഷകനില്ല. യേശുവിന്റെ ഉപദേശങ്ങൾക്ക് പകരം വെക്കാൻ ഒരു ഉപദേശവുമില്ല.